അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞത് ഒരു 1.5 ചെറിയ സവാള, ഒരു 3 പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കുന്ന 1 ക്യാരറ്റുണ്ട്, സ്വല്പം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ്, ഉഴുന്നുപരിപ്പ്, പൊട്ടുകടല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ വേണം. അവസാനം കുറച്ച് നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു ഹിൻഡാലിയത്തിൻ്റെ ഉരുളി വെച്ചു. ഉരുളി ചൂടായെന്ന് വിചാരിക്കുന്നു. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ. എന്ത് വഴറ്റുന്നെങ്കിലും ആദ്യം നമ്മൾ കടുക് ഉപയോഗിക്കുന്നെങ്കിൽ കടുക് ഇട്ടേക്കാം. ചൂടായില്ല. ശുശു. ഇപ്പം നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ വലിയ ഹിൻഡാലിയത്തിൻ്റെ ഉരുളി എടുത്തത് കൊണ്ട് എണ്ണ കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അതാണ് എല്ലാവർക്കും പനിയുമാണ്. ഈ അടുത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. വഴന്ന് വരുമ്പോഴത്തേനും നമുക്കിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ. ഈ വെള്ളത്തിനകത്തോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്ക് വെള്ളം തിളച്ച് വരുന്നു. ഇതിനകത്ത് ഉപ്പുമുണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. വെളുത്ത ഉപ്പുമാവാണ് ഇഷ്ടമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണ്ട. ഞാനൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അപ്പോൾ നമുക്കിനി റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തിട്ട് റവയും വെള്ളവും കൂടെ ഒന്നിച്ചാണ് ഒഴിക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ തന്നെ ആയതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം. സ്വല്പം കൂടെ ഉപ്പുമാവ് വേണമല്ലോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് വേണം റവ വേകാൻ. ഇനിയിലിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ചെങ്കിലും ഒരു 1.5 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഒന്നടച്ച് വെക്കണം. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഇച്ചിരി നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗീ ഞാനിവിടെ പാലിനകത്ത് നിന്ന് എടുത്ത് വെച്ച് പാട കൊണ്ടുണ്ടാക്കിയ നെയ്യാണിത്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഉണക്കിയെടുക്കാം. അതുപോലെ
നല്ലപോലെ ഇളക്കിയാൽ ഇത് കട്ടയെല്ലാം മാറും. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് അടച്ച് വെച്ചാൽ സൂപ്പർ ഡ്യൂപ്പർ നമ്മുടെ ഉപ്പുമാവായി. അതിലൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം സിമ്മിലിട്ടിട്ട്. നല്ല നൈസായിട്ടുള്ള ഉപ്പുമാവാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് നല്ല വൈറ്റ് കളറായിരിക്കും.